ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, അല്ല ഒന്നുമില്ല. ഈ മാഡം എന്താ ആലോചിക്കായിരുന്നു അല്ലേ? ഇല്ല. ഓ പിന്നെ ഞാൻ പറക്കായിരുന്നു, പക്ഷേ പോലെ ആകാശത്തൂടെ. എന്താ, എനിക്ക് പറക്കാൻ പറ്റില്ലേ? അത് ശരി, മാഡത്തിന് പറക്കാനൊക്കെ അറിയോ? അത് കൊള്ളാലോ. എന്തായാലും അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഋതിക മാഡത്തിനെ പല പല കഴിവുകളുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഫ്ലൈ അത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ പിന്നെ ഹലോ, പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് എന്റെ ഭാര്യ ആയതുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റാ. പറക്കുമ്പോഴേ ഈ കാക്കയെ പോലെ കരണ്ട് കമ്പിയിലൊന്നും പോയിരിക്കരുത്. കാക്ക ഫ്രൈ ആയി പോവും. ഒരു സബ് സ്റ്റാൻഡേർഡ് കോമഡി കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, എന്റെ മറ്റൊരു മുഖം കൂടി കാണും. ആഹാ, മാഡത്തിന് ഇതുകൂടാതെ വേറൊരു മുഖം കൂടി ഉണ്ടോ? എന്തൊക്കെ അത്ഭുതങ്ങളാ ഞാൻ ഈ കേൾക്കുന്നേ. മൈ ഗോഡ്. മിസ്റ്റർ, തമാശ വേണ്ടത് ഞാൻ പറഞ്ഞതാ. അയ്യോ, അപ്പോ മാഡം ഇതുവരെ പറഞ്ഞത് തമാശയായിരുന്നോ? സോറി 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 സോറി. Why are you asking sorry? മാഡം, മാഡം തമാശ പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചില്ലല്ലോ, അതുകൊണ്ട് സോറി പറഞ്ഞതാ. വേണ്ടട്ടോ, എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എന്തിനും ഏതിനും ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നത് എന്തിനാ മാഡം? കൈവിട്. കൂൾ ഡൗൺ മാഡം, എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതിപ്പോ പല പ്രാവശ്യമായിട്ട് മാഡം പറയുന്നല്ലേ. എപ്പോഴും എപ്പോഴും പറയുമ്പോ അതിനൊരു രസമില്ല. എനിക്ക് രസം ഉണ്ടായിട്ട് തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് സംസാരിക്കാനും തമാശ പറയാനും തീരെ നേരമില്ല. ഇതിനൊരു അവസാനം വേണ്ടേ മാഡം? വേണം, തീരുമാനം വേണം. അതിന് ഒരാളെ എനിക്ക് കണ്ടെത്തണം. എന്റെ അമ്മയെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഹലോ അച്ഛാ. നീ രാജുവിന്റെ വീട്ടിലുണ്ടോ? അച്ഛാ, ഞാനിവിടെ വീട്ടിലുണ്ട്. നിനക്കെന്താ സംസാരിക്കും ഒരു പേടി പോലെ? എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഇല്ല അച്ഛാ. രാജു കൂടെയുണ്ടോ? കൂടെയുണ്ട്. എന്താ, ഫോൺ കൊടുക്കണോ? വേണ്ട വേണ്ട, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. നീ കൃത്യം 10:30 നിന്റെ ഓഫീസിൽ വരണം. ഞാനിവിടെ ഉണ്ടാവും. എന്റെ തിരക്കുകൾ നിനക്കറിയാമല്ലോ. കൃത്യം 10:30 തന്നെ വന്നിരിക്കണം. ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം അച്ഛാ.